സത്യത്തിൽ 2700 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഇപ്പോൾ PV അൻവറിനെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം അതൊരു എഡ്ജിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് എന്നാണ്. അതായത് അവിടെയുള്ള ഓരോ വോട്ടും നിർണായകമാണ് എന്നാണ്. UDFിനെ നേരിടാനുള്ളത് കേവലം ഒരു ചെറിയ എതിരാളിയെയല്ല, പകരം പിണറായി വിജയൻ നയിക്കുന്ന ഒരു LDF ഗവൺമെന്റിനെയും അതോടൊപ്പം തന്നെ അവരുടെ അതീവ കെട്ടുറപ്പുള്ള ഒരു പാർട്ടി മുന്നണി സംവിധാനത്തെയുമാണ്. അതുകൊണ്ട് ഒരൊറ്റ വോട്ട് പോലും UDFിന്റെ പക്ഷത്ത് നിന്ന് ചോർന്നു പോകരുത് എന്നതാണ് അവരുടെ ആഗ്രഹം. അതിനനുസരിച്ചാണ് അവർ കരുക്കൾ നീക്കുന്നത്. അതിനിടയിൽ അതിൻ്റെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ PV അൻവറിനെ അവർ UDFിന്റെ പക്ഷത്തേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്തത്. അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് ചോർന്നു പോകുന്ന ഓരോ വോട്ടും അവരെ സംബന്ധിച്ച് നിർണായകമാണ്, നഷ്ടമാണ് എന്ന് UDFിന് മറ്റാരെക്കാളും അറിയാം. അതുകൊണ്ടാണ് വളരെ അവധാനതയോടുകൂടിയും അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ പ്രവർത്തകർ പറയുന്നത് പോലെയും അൻവറിനെ അംഗീകരിച്ചുകൊണ്ടും അൻവറിന്റെ രാഷ്ട്രീയത്തെ അംഗീകരിച്ചുകൊണ്ടും ഒക്കെ കൂടെ നിൽക്കുന്നത്. അല്ലാതെ PV അൻവർ എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഒരു വലിയ നേതാവായോ അല്ലെങ്കിൽ അത്രമാത്രം കരുത്തുള്ള ഒരു ശക്തിയായോ അല്ല. പകരം PV അൻവറിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം PV അൻവർ പെരുപ്പിച്ച് കാണിക്കേണ്ടതില്ല, വർദ്ധിപ്പിച്ച് കാണിക്കേണ്ടതില്ല. അത് പെരുപ്പിച്ചും വർദ്ധിപ്പിച്ചും ഒക്കെ കാണിച്ച് ബാർഗെയിൻ ചെയ്യേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് പറയുന്ന കാര്യം. അതുകൊണ്ട് PV അൻവറിന് അർഹിക്കുന്ന പ്രാധാന്യം കൽപ്പിക്കും, PV അൻവറിന് അർഹിക്കുന്ന പരിഗണനകൾ നൽകും. അതല്ലാതെ PV അൻവർ പറഞ്ഞ പോലെ ഒരു എഡ്ജിൽ നിൽക്കുന്ന മണ്ഡലമാണ്, എങ്ങോട്ട് വേണമെങ്കിലും സാധ്യതകളാണ്. ആ നിലയ്ക്ക് നിൽക്കുമ്പോൾ അൻവർ ഇനി ഒരു ഒറ്റയ്ക്കൊരു മത്സരത്തിലേക്ക് പോവുക. BJP ഇപ്പോഴും അവിടെ സ്ഥാനാർത്ഥി നിർത്തണോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. ഒരുപക്ഷെ BDJS നിന്നേക്കാം. ഇനി BJP സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നാൽ അപ്പോൾ അതൊക്കെ ആ വോട്ടുകളൊക്കെ എങ്ങോട്ട് വേണമെങ്കിലും മാറി മറിയാം എന്നൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് നിലമ്പൂർ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അങ്ങനെ ഒരു പെട്ടെന്ന് തെളിയുന്നൊരു ചിത്രമാകില്ല അല്ലേ? അത് സ്വാഭാവികമായി ആ മണ്ഡലത്തിൻ്റെ ഒരു സ്ഥിരത വലിയ ഘടകം തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ തവണ UDFിൻ്റെ ഒപ്പമാണ് നിന്നത് എന്നും ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു കുത്തക മണ്ഡലമായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രം പറയാം എന്നല്ലാതെ അതുപോലെ ആയിരിക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ പാലക്കാടിൻ്റെ ചരിത്രം എന്തായിരുന്നു? ഒരുപാട് കാലം ആ മണ്ഡലം LDFിൻ്റെ കൂടെ നിന്ന മണ്ഡലമാണ്. ഉന്നതരായ ഒരുപാട് നേതാക്കന്മാർ മത്സരിച്ച് LDFിൽ നിന്ന് വിജയിച്ച മണ്ഡലമാണ്. പക്ഷേ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകൾ നോക്കൂ. ഇപ്പം വടകര പാർലമെൻറ്റ് മണ്ഡലം നോക്കൂ. 1,55,000 വോട്ടിന് വിജയിച്ചിരുന്ന മണ്ഡലം ഇപ്പോഴത്തെ LDF വിജയിച്ചിരിക്കുന്ന മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അപ്പോൾ അതുകൊണ്ട് ഈ മണ്ഡലങ്ങൾ മാറുകയും മറിയുകയും ചെയ്യാം. പ്രത്യേകിച്ച് കേരളത്തിലെ യുവജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് ഒരു മുന്നണിക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രത്യേക അവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾ, യുവാക്കൾ, സ്വയം തൊഴിലും മറ്റും ഇതുമായി നടത്തുന്ന ആൾക്കാർ, അവർക്കൊക്കെ അവരുടേതായ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ വോട്ട് ചെയ്യും എന്ന് കരുതേണ്ട കാര്യമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ 2700 വോട്ടിൽ എൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നിർണായകമാണ്. അത് എങ്ങോട്ട് വേണമെങ്കിലും അറിയാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറയുന്ന ചെറിയ പെടലപ്പിണക്കങ്ങൾ പോലും പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് VS ജോയിയെ ഇത്രമാത്രം അവധാനതയോടുകൂടി കരുതലോടുകൂടി പറഞ്ഞ് പിന്തിരിപ്പിക്കുകയും അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും ചെയ്യുകയും ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് മുന്നിലേക്ക് വരികയും ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് അനൗദ്യോഗികമായെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ഘട്ടത്തിൽ PV അൻവർ കയറി അതിൻ്റെ മൊത്തം നന്മകൾക്കും അല്ലെങ്കിൽ മൊത്തം തീരുമാനങ്ങൾക്കും എതിരെ വരുന്നു എന്നിടത്താണ് പ്രശ്നങ്ങളുള്ളത്. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ പിന്നെ കോൺഗ്രസിന് മുന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കെങ്കിൽ മത്സരിച്ചോട്ടെ എന്നുള്ളത്. അതൊരു അവസാനത്തെ അടവാണ്, അല്ലെങ്കിൽ അവസാനത്തെ കൈയാണ്. പരമാവധി ചേർത്ത് നിർത്താൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ വഴങ്ങാവുന്ന മേഖലകളിലൊക്കെ അവർ വഴങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. പക്ഷേ അല്ലാതെ കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനം PV അൻവർ എടുക്കുകയും PV അൻവർ അത് കോൺഗ്രസിന്റെ തീരുമാനമായി അറിയിക്കുകയും ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്നും. പിന്നെ മറ്റൊരു കാര്യം, ഇനി PV അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചു എന്ന് തന്നെ കരുതുക. PV അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്നലെ രാത്രി വരെ നമ്മുടെ SPT ചർച്ചയിലടക്കം പറഞ്ഞിരിക്കുന്നത് മരുമകനിസം, പിണറായിസം എന്നീ 2 സിദ്ധാന്തങ്ങൾക്കെതിരെയാണ് താൻ പ്രവർത്തിക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ സിദ്ധാന്തത്തിനെതിരെയുള്ള പ്രവർത്തനം ഏത് അറ്റത്തിൽ പോയി എത്തും, എത്ര പെട്ടെന്ന് തന്നെ അത് ഇല്ലാതായി തീരും എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അത് വളരെ വൈകാതെ തന്നെ ഒരു പൂർണ്ണ വിരാമമായി അവസാനിക്കും എന്ന് മറ്റാരെക്കാളും നന്നായി PV അൻവറിനും അറിയാം. അതുകൊണ്ട് സ്വയം ഒരു കെണി നിർമ്മിച്ച് അതിൽ ചാടാൻ അൻവർ തയ്യാറാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത്.